വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ 4 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് 1.5 മാർക്കാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡസ് ദ മാഗ്നറ്റിക് എനർജി stored in an inductor and electrostatic energy stored in a capacitor related to their respective field strength. അപ്പോൾ ഇവിടെ കാണേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുള്ളത് ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഹൗ ഡസ് ദ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. അതായത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറും അതുപോലെ തന്നെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററും ഇവ തമ്മിലുള്ള റിലേഷൻ, അവയുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത്തിനോട് അതുപോലെ തന്നെ അവയുടെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെങ്ത്തുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള ഇക്വേഷൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 2 കേസിലുണ്ടാവുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ആദ്യത്തെ കേസിൽ എന്താണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തരുന്നത്? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അതെന്തിന് പ്രൊപ്പോർഷണലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സർക്യൂട്ട് ആണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ പറയാം ഡെഫിനിഷനായിട്ട്? Faraday's law of electromagnetic induction states that the magnitude of the induced EMF in a circuit is equal to the time rate of change of magnetic flux through the circuit. അതായത് the time rate of change of magnetic flux through the സർക്യൂട്ടിന് ഈക്വൽ ആയിരിക്കും എന്ത് അവിടെ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈസ് ഈക്വൽ ടു d∅/dt എന്ന് എഴുതാം. ഫൈ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. സോ ഈസ് ഈക്വൽ ടു d∅/dt ആണ്. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എന്തിന് ഈക്വൽ ആയിരിക്കും? ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/dt എന്നുള്ളതാണ് ഇക്വേഷൻ. അതായത് n നമ്പർ ഓഫ് ടേൺസ് ആണ് കോയിലുള്ളതെങ്കിൽ. ഇനി അടുത്ത കേസിൽ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കപ്പാസിറ്ററിൻ്റെ കേസിലുണ്ടാവുന്ന എനർജി സ്റ്റോർഡ് കാണാനുള്ള ഇക്വേഷൻ. അതെങ്ങനെ കാണാം? എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റി അതായത് ഈസ് ഈക്വൽ ടു ½ ആണ്, അല്ലേ? അതേപോലെ തന്നെ ഇൻഡക്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണാൻ പറ്റും? ഈസ് ഈക്വൽ ടു ½ Li² ആണ്. അപ്പോൾ 2 ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു ½ ആണ്. അതേപോലെ തന്നെ ഇൻഡക്ടറിൻ്റെ കേസിൽ എന്താണ് കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു ½ Li² എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജൂൺ 2019 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് MCQ. ഓക്കെ, an EMF of 16 volt is induced in a coil of self-inductance 4 Henry. The rate of change of current must be options 64 ampere per second, second one 32 ampere per second, third one 16 ampere per second, and fourth option is 4 ampere per സെക്കൻഡ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു EMF 16 വോൾട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ. അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് 4 ഹെൻറി ആണ്. അതായത് 4 ഹെൻറി സെൽഫ് ഇൻഡക്റ്റൻസ് ഉള്ള ഒരു കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എത്രയാണ്? 16 വോൾട്ടാണ്. അവിടെ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt ആണ്, അല്ലേ? അതിൽ E എന്ന് പറയുന്നത് 16 ആണ്, L എത്രയാണ്? 4 ആണ്. ദെൻ di/dt ആണ് കാണേണ്ടത്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ കിട്ടും? di/dt ഈസ് ഈക്വൽ ടു E/L എന്ന് എഴുതാം. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ E എന്ന് പറഞ്ഞാൽ 16 ആണ്, ബൈ L 4. സോ 16/4 ആണ്. സോ ദാറ്റ് ഈസ് 4 ആംപെയർ പെർ സെക്കൻഡ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? 4 ആംപെയർ പെർ സെക്കൻഡ്. അതായത് ഓപ്ഷൻ 4 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 4 ആംപെയർ പെർ സെക്കൻഡ്. Now we can move to the next question. The question is also asked in the year June 2019.
ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് മോഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ EMF അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. ക്വസ്റ്റ്യൻ write an expression for the EMF induced across the ends of a conductor moving right angles to the uniform magnetic field. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. B. An aeroplane is flying horizontally from west to east with a velocity of 720 km per hour. Calculate the EMF induced between the ends of its wings having a span of 25 meter. The vertical component of Earth's magnetic field at the place is 2.19 into 10 raised to minus 5 Tesla. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? മോഷണൽ EMFൻ്റെ കേസാണ് അല്ലേ, അതായത് മോഷണൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മോഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡാണ്. സോ വിച്ച് ഇൻഡ്യൂസസ് എ EMF അക്രോസ് ഇറ്റ്സ് എൻഡ്സ് അല്ലേ, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അക്രോസ് ആയിട്ടൊരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ EMF ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ മൂവിങ് റൈറ്റ് ആംഗിൾസ് ടു ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് റൈറ്റ് ആംഗിൾസിൽ മൂവ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിൻ്റെ കേസിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്രഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് കേസിൽ. അടുത്ത കേസിൽ എന്താണ്? ഒരു എയറോപ്ലെയിൻ ഈസ് ഫ്ലൈയിങ് ഹൊറിസോണ്ടലി ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, അതായത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് ഒരു എയറോപ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ വെലോസിറ്റി 720 km/h ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദ EMF ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ഇറ്റ്സ് വിങ്സ് ഹാവിങ് എ സ്പാൻ ഓഫ് 25 meter. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EMF ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദി വിങ്സ് ആണ്. അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? 25 meter ആണ്. വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.19 into 10 raised to minus 5 Tesla. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? മോഷണൽ EMFൻ്റെ ഇക്വേഷനാണ് അല്ലെ. റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ദ EMF induced across the ends of a conductor moving right angles to the uniform magnetic field. അതായത് മോഷണൽ EMFൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. സോ വാട്ട് വാസ് ദി ഇക്വേഷൻ? ഈസ് ഈക്വൽ ടു BLV എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ. അവിടെ V എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ദ കണ്ടക്ടർ ഓർ വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടറാണ്. ദെൻ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ദെൻ B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈസ് ഈക്വൽ ടു BLV എന്നുള്ളതാണ് മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ന്യൂമറിക്കലാണ് അല്ലേ. സോ ഹൗ വി ക്യാൻ ആൻസർ? ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എയറോപ്ലെയിൻ ഒരു ഹൊറിസോണ്ടലി ആണ് മൂവ് ചെയ്യുന്നത്, അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അതിൻ്റെ വെലോസിറ്റി 720 km/h ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ km/h ഒന്ന് m/s ആക്കി മാറ്റണം. അപ്പോൾ km/h എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? എങ്ങനെ മാറ്റാൻ പറ്റും? കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 meter ഡിവൈഡ് ബൈ അവർ എന്ന് പറയുമ്പോൾ 60 into 60. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 5/18. 1000 by 60 into 60 എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് എന്ത് എഴുതാം? 5/18 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ km/h എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 720 into 5/18 ദാറ്റ് ഈസ് 200 m/s എന്ന് എഴുതാം. ഇനി കാണേണ്ടത് എന്താണ്? അവിടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് അല്ലേ. EMF ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ ends ആണ് കാണേണ്ടത്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ്? EMF ഈസ് ഈക്വൽ ടു BLV ആണ്. ഇവിടെ B തന്നിട്ടുണ്ട് 2.19 into 10 raised to minus 5 into length is 25 into V, that is 200. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.1090 വോൾട്ട് ആണ്. ഓക്കെ, സോ 0.1090 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. Now we can move to the last question. അതായത് മാർച്ച് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. The question is, two long coaxial solenoids of same length are shown below. നമുക്കിവിടെ ഡയഗ്രത്തിൽ കാണാൻ കഴിയും. സെയിം ലെങ്ത് ഉള്ള കൊയാക്സിൽ ആയിട്ടുള്ള 2 സോളിനോയിഡ്സ് ആണ് തന്നിട്ടുള്ളത്. Here we have to define mutual inductance of the pair of coils. എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതിന് 1 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കൊയാക്സിൽ സോളിനോയിഡ്സ്. അതായത് 2 കൊയാക്സിൽ ആയിട്ടുള്ള സോളിനോയിഡ്സിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. സോ ഫോർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് 2 മാർക്സ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ എഴുതുന്നതിന് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, നൗ വി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഓർ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഫൈനെ എങ്ങനെ എഴുതാൻ പറ്റും, ഫൈ ഈസ് ഈക്വൽ ടു എം ഐ എന്ന് എഴുതാം അല്ലേ. അവിടെ എം ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി സപ്പോസ് വി ആർ ഗിവിങ് ഐ ഈസ് ഈക്വൽ ടു 1 ആംപെയർ, ഐക്ക് പകരം 1 ആംപെയർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറും, ഫൈ ഈസ് ഈക്വൽ ടു എം എന്ന് കിട്ടില്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് കോയിൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വലാണെന്ന് പറയാം. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. The mutual inductance of a pair of coils is numerically equal to the magnetic flux linked with one coil when unit current flows through the other. അതായത് ഒരെണ്ണത്തിലൂടെ യൂണിറ്റ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും എന്ത്, അവിടെ ഉണ്ടാവുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. അതായത് ഐ ഇസ് ഈക്വൽ ടു 1 ആംപെയർ ആവുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ അതർ കോയിലാണ്. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഡെറിവേഷൻ ആണ്. എങ്ങനെയാണ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സോളിനോയിഡ് ആണ്, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ ആണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ ആണ്. ഇനി അനദർ കോയിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ എൻ ആണ്, വിച്ച് ഈസ് ക്ലോസ്ലി ബൗണ്ട് ഓവർ ദി ഫസ്റ്റ് കോയിൽ. ഒരെണ്ണത്തിന് മുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബൗണ്ട് ചെയ്തിട്ടുണ്ട്, ഹാവിങ് ദ സെയിം ലെങ്ത്. ഓക്കെ, ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഐ ആണെന്ന് വിചാരിക്കുക. പ്രൈമറി കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ഡെൻസിറ്റി ബി എങ്ങനെ എഴുതാം, μ0 ni എന്ന് എഴുതാമല്ലോ. ഇനി ഈ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡ് കോയിൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ബി എ. ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഇൻറ്റു എ ആണ്, എൻ നമ്പർ ഓഫ് ടേൺസ് ആണെന്നുണ്ടെങ്കിൽ ബി എ എൻ എന്ന് എഴുതാം. ഇനി ഫൈ എന്ന് പറയുന്നത് അപ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കും, ബിക്ക് പകരം നമുക്ക് μ0 ni സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഫൈ വിൽ ബി ഈക്വൽ ടു μ0 ni എ എൻ എന്ന് എഴുതാം. ഇനി ഇവിടെ ഫൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, എം ഐക്ക് ഈക്വൽ അല്ലേ. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എൽ എച്ച് എസിൽ എം ഐ എന്ന് കൊടുക്കാം. സോ എം ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു μ0 ni എ എൻ എന്ന് എഴുതാം. ഇനി അതിൽ നിന്ന് ഐയും ഐയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എം എന്തായിട്ട് വരും, μ0 n എ എൻ എന്ന് എഴുതാം. അതായത് ഇനി ഇഫ് ദ സോളിനോയിഡ് ഈസ് കവേർഡ് ഓവർ കോർ ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി μr, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം എന്തിന് ഈക്വൽ ആയിരിക്കും, μ0 μr n a n ന് ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി അടുത്തത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, എന്താണ് ഡയമെൻഷൻ ഫോർമുല ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷൻ ഫോർമുല കാണാൻ പറ്റുക, ഇ ഈസ് ഈക്വൽ ടു di/dt ആണ് അല്ലേ. ഇനി ഇവിടെ ഇ എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും, ഇ എം എഫ് ആണ്. അപ്പോൾ അത് ഇ എം എഫ് കാണുന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ വി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിൽ ഇ എം എഫിന് പകരം എന്ത് ചെയ്യണം, വി കണ്ടാൽ പോരെ. സോ വി വിൽ ബി ഈക്വൽ ടു w/q ആണ്. സെയിം ഡയമെൻഷനാണ് രണ്ടിനും കിട്ടുന്നത്. സോ w/q എന്ന് എഴുതാം. w എന്ന് പറയുന്നത് ml² t⁻² ആണ്, ബൈ ക്യൂവിന് പകരം at എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ml² a⁻1 t⁻³ എന്നുള്ളതാണ്. ഇനി ഇയുടെ ഡയമെൻഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ml² a⁻1 t⁻³ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, m ഇൻറ്റു di/dt ഈക്വൽ അല്ലേ. അപ്പോൾ എമ്മിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m തന്നെയാണ്. di/dt പകരം a/t എന്ന് എഴുതാമല്ലോ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിൻ്റെ ഡയമെൻഷൻ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡയമെൻഷൻ ഏതാണ് നോക്കി നോക്കൂ, ml² t⁻² a⁻2 എന്നുള്ളതാണ് ഡയമെൻഷൻ കിട്ടുന്നത്. അപ്പോൾ ഡയമെൻഷൻ കാണുന്നതിൽ ഡൗട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ